പച്ചപ്പുതച്ച മലനിരകളും അതിരുകളില്ലാത്ത ആകാശവും അത്യുഗ്രൻ കാറ്റും ഒത്തുചേരുന്ന ഇടുക്കിയുടെ ഹൃദയഭാഗത്തേക്ക് ഒരു യാത്ര പോയാലോ? പ്രകൃതിയുടെ വന്യമായ ഭംഗിയും മനുഷ്യന്റെ അത്യാധുനിക എഞ്ചിനീയറിംഗ് മികവും ഒരുപോലെ സമ്മേളിക്കുന്ന കേരളത്തിലെ വശ്യസുന്ദരമായ ഒരു ഇടമുണ്ട് രാമക്കൽമേട് കാറ്റാടിപ്പാടം. യാത്രാപ്രേമികളുടെ മനസ്സിനും വിരുന്നൊരുക്കുന്ന, ഒപ്പം സാങ്കേതിക വിസ്മയങ്ങൾ ഒളിപ്പിച്ചുവെച്ചിട്ടുള്ള ഈ മനോഹര തീരത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. മൂന്നാർ തേക്കടി റൂട്ടിൽ നെടുങ്കണ്ടത്തിനടുത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി 1100 മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും ശക്തമായി കാറ്റുവീശുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണിത്. വർഷത്തിൽ എല്ലാ ദിവസവും ഏത് സമയത്തും ഇവിടെ മണിക്കൂറിൽ ശരാശരി 35 കിലോമീറ്ററോളം വേഗതയിൽ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. കുന്നിൻ പ്രദേശങ്ങളിലെ കാറ്റിന്റെ വേഗത അളക്കുന്ന അന്താരാഷ്ട്ര മാനദണ്ഡമായ റിക്സ് റഗഡ്നെസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന വിൻഡ് ഡെൻസിറ്റി ഉള്ള പ്രദേശങ്ങളിലൊന്നാണിത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ പ്രത്യേക ഘടന കാരണം പ്രകൃത്യാ രൂപപ്പെട്ടിട്ടുള്ള ഒരു വിൻഡ് ടണൽ പോലെയാണ് ഈ പ്രദേശം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ മറ്റ് കാറ്റാടിപ്പാടങ്ങളെപ്പോലെ മൺസൂൺ കാലത്ത് മാത്രമായി ഒതുങ്ങാതെ വർഷം മുഴുവൻ ഇവിടെ കാറ്റിന്റെ അലയൊലികൾ അടങ്ങാറില്ല എന്ന പ്രത്യേകതയുമുണ്ട്. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഏകദേശം 162 ഹെക്ടറോളം വരുന്ന പച്ചപ്പുല്ല് വിരിച്ച കുന്നിൻചെരിവുകളിൽ നിരനിരയായി നിൽക്കുന്ന കൂറ്റൻ കാറ്റാടികൾ കറങ്ങുന്ന കാഴ്ച ഏതൊരു സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തും. 2008-ൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച ഈ കാറ്റാടി ഫാം കേരളത്തിലെ രണ്ടാമത്തെ വലിയ വിൻഡ് ഫാമാണ്. പൊതു-സ്വകാര്യ പങ്കാളിത്തത്തോടെ സുഭാഷ് ലിമിറ്റഡ്, CV റിന്യൂവബിൾസ് തുടങ്ങിയ കമ്പനികൾ പ്രവർത്തിക്കുന്ന ഈ പദ്ധതിയിലൂടെ 12.5 മെഗാവാട്ട് മുതൽ 25 മെഗാവാട്ട് വരെ ഹരിത ഊർജ്ജമാണ് അഥവാ ഗ്രീൻ എനർജി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ ആദ്യകാലത്ത് സ്ഥാപിച്ചത് ആഗോള പ്രശസ്തമായ NEGMICON കമ്പനിയുടെ വിൻഡ് ടർബൈൻ ജനറേറ്ററുകളാണ്. സാധാരണയായി 250 കിലോവാട്ട് മുതൽ 500 കിലോവാട്ട് വരെയുള്ള ജനറേറ്ററുകളാണ് ഇവിടെയുള്ളത്. കാറ്റാടികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ വൈദ്യുതി 33 കിലോവോൾട്ട് ഭൂഗർഭ കേബിളുകളും ഓവർഹെഡ് ലൈനുകളും വഴി 5 കിലോമീറ്റർ അകലെയുള്ള പുഷ്പകണ്ഠം പൂളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ഇത് വോൾട്ടേജ് 66 കിലോവോൾട്ടായി ഉയർത്തി നെടുങ്കണ്ടം KSEB സബ്സ്റ്റേഷനിലേക്ക് കൈമാറുകയും തുടർന്ന് സംസ്ഥാന പവർ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടം ആധുനിക പുനരുപയോഗ ഊർജ്ജ കേന്ദ്രമാക്കാൻ അനർട്ട് വലിയൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി രാമക്കൽമേടിന് തൊട്ടടുത്തുള്ള ആമപ്പാറയിൽ 4 ഏക്കർ സ്ഥലത്തായി 325 വാട്ടിന്റെ 3042 സോളാർ പാനലുകൾ ഉൾപ്പെടുത്തി അക്ഷയ സോളാർ പവർ പാർക്ക് സ്ഥാപിച്ചു. പകൽ സമയത്ത് സോളാർ പാനലുകൾ വഴിയും രാത്രിയിലും പകലിലും ഒരുപോലെ വീശുന്ന കാറ്റിൽ നിന്ന് വിൻഡ് മില്ലുകൾ വഴിയും ഒരേ സമയം ഗ്രിഡിലേക്ക് വൈദ്യുതി നൽകുന്ന കേരളത്തിലെ ആദ്യത്തെ പ്രധാന സോളാർ വിൻഡ് ഹൈബ്രിഡ് സംവിധാനമാണിത്. തദ്ദേശീയമായി വികസിപ്പിച്ച ഗ്രിഡ് ടൈ ഇൻവെർട്ടർ സാങ്കേതികവിദ്യയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഒരു അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കാറ്റിന്റെ വേഗതയും അന്തരീക്ഷ മർദ്ദവും കൃത്യമായി കണക്കാക്കുന്നു. അതുകൊണ്ടുതന്നെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും റിന്യൂവബിൾ എനർജിയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ഔദ്യോഗിക നോളജ് ഹബ്ബ് കൂടിയാണ് ഇവിടം. കാറ്റാടികളുടെ ദൃശ്യഭംഗിക്ക് പുറമെ ഇവിടുത്തെ മലമുകളിൽ തലയുയർത്തി നിൽക്കുന്ന കുറവൻ കുറത്തി ശില്പം രാമക്കൽമേടിന്റെ അടയാളമാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ സഹായിച്ച ചരിത്ര കഥാപാത്രങ്ങളായ കുറവന്റെയും കുറത്തിയുടെയും ഭീമാകാരമായ ഈ ഇരട്ട ശില്പം പ്രശസ്ത ശില്പിയായ CB ജിനനാണ് 2005-ൽ നിർമ്മിച്ചത്. രാമൻ പ്ലസ് കല്ല് പ്ലസ് മേട് എന്നീ വാക്കുകൾ ചേർന്നാണ് രാമക്കൽമേട് എന്ന പേരുണ്ടായത്. രാമായണ കാലത്ത് സീതയെ തിരിയുന്നതിനിടയിൽ ശ്രീരാമന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ പാറയുള്ളതിനാലാണ് ഈ പ്രദേശത്തിന് ഈ പേര് വന്നതെന്നാണ് ഐതിഹ്യം. മലമുകളിലെ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ച വിവരണാതീതമാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കമ്പം, തേരി, തേവാരം, ബോഡിനാക്കുന്നൂർ, വൈഗ തുടങ്ങിയ കൃഷിഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും ഒരു വിഹംഗമ ദൃശ്യം അഥവാ ബേർഡ് ഐ വ്യൂ കാണാം. പച്ചപ്പിൽ നിന്ന് പെട്ടെന്ന് തമിഴ്നാടിന്റെ തവിട്ടുനിറമുള്ള ഭൂപ്രകൃതിയിലേക്കുള്ള ആ മാറ്റം ക്യാമറയിൽ പകർത്താൻ മികച്ചൊരു ഫ്രെയിമാണ്. വൈകുന്നേരങ്ങളിൽ ഈ ഗ്രാമങ്ങളിൽ തെളിയുന്ന ദീപങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് ഇറങ്ങിവന്നതുപോലെയുള്ള അനുഭൂതിയാണ് സമ്മാനിക്കുക. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ആമപ്പാറയിലേക്ക് പ്രത്യേക ഓഫ് റോഡ് ജീപ്പ് സഫാരികൾ ലഭ്യമാണ്. 2 കൂറ്റൻ പാറകൾക്കിടയിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെയുള്ള നൂൽപ്പാറ, ഇടുക്കുപാറ നടത്തവും വാച്ച് ടവറുകളിൽ നിന്നുള്ള 360 ഡിഗ്രി കാഴ്ചകളും യാത്രയുടെ ആവേശം കൂട്ടും. കനത്ത മഴക്കാലമൊഴികെ ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ശരീരവും മനസ്സും തണുപ്പിക്കുന്ന ശക്തമായ കാറ്റേറ്റ് മലനിരകളുടെ ഭംഗിയും ആധുനിക സാങ്കേതികവിദ്യയുടെ വിസ്മയങ്ങളും കണ്ട് ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് രാമക്കൽമേട് കാറ്റാടിപ്പാടം. പ്രകൃതിയും മനുഷ്യനും കൈകോർക്കുന്ന ഈ സുന്ദരഭൂമി നിങ്ങളെ നിരാശപ്പെടുത്തില്ല, തീർച്ച.